ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെയിൻ. അപ്പോൾ നമുക്ക് സ്പെയിനിലെ മറ്റൊരു ജോലി പരിചയപ്പെടാം. ഇതാണ് വെയിറ്റർ ജോലി. സ്പാനിഷിൽ പറഞ്ഞ കമരേര. സ്പെയിനിൽ വരാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ എന്തൊക്കെയാണ് ജോലി, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെയിറ്റർ ജോലി ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ക്വാളിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ്, എക്സ്പീരിയൻസ്, കസ്റ്റമർ സർവീസ്, ടീം വർക്ക്, പ്രൊഫഷണലിസം, ഇത്രയാണ് വേണ്ടത്. എന്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനു മുമ്പ് വെയിറ്റർ ജോലി ചെയ്തുള്ള പരിചയമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ക്ലീനിങ് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റർവ്യൂവിൽ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് പിന്നെ വെയിറ്റർ ജോലിയിലേക്ക് വന്നത്. പ്രൊഫഷണലിസം അധികം ഇല്ലെങ്കിലും അത്യാവശ്യം ടീം വർക്കും അതുപോലെ തന്നെ കസ്റ്റമർ സർവീസും ലാംഗ്വേജ് ഒക്കെ കയ്യിലുണ്ടായാൽ മതി. ഇത് ഞാൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതായത് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് 1992 തുടങ്ങിയത്. വളരെ പഴക്കമുള്ള റെസ്റ്റോറൻറ്റ്, തുളയതുപോലെ ഏറ്റവും പഴക്കമുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് എന്തൊരു തിരക്കാണെന്നറിയാമോ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടേക്ക് വരുന്നത് ഇതിന്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. അണ്ടർഗ്രൗണ്ട് ആണ് നമ്മൾ ഈ കാണുന്നത്. റെസ്റ്റോറന്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ചാനൽ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഈ റെസ്റ്റോറന്റിൽ വെച്ച് നടക്കാറുണ്ട്. ഇത്രയും പ്രൊമോഷൻസ് ഉള്ള റെസ്റ്റോറന്റ് ആയതിന്റെ പേരിൽ ഇവിടുത്തെ ലോക്കൽസ് മാത്രമല്ല കേട്ടോ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫുഡും നല്ല കസ്റ്റമർ സർവീസ് ഒക്കെയാണ് ഇവിടുത്തെ കമരേരസ് പ്രൊവൈഡ് ചെയ്യണേന്നുള്ള നല്ല റേറ്റിംഗ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നടന്നാലും തീരാത്ത റെസ്റ്റോറന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഈ റെസ്റ്റോറന്റിലേക്ക് കയറാനായിട്ട് ഭയങ്കര തിക്കും തിരക്കുമാണ്. എല്ലാവർക്കും അണ്ടർഗ്രൗണ്ട് മാത്രം മതി. അണ്ടർഗ്രൗണ്ടിലാണല്ലോ ആംബിയൻസ് കൂടുതലായിട്ടുള്ളത്. പിന്നെ വെയിറ്റർ എന്ന് പറഞ്ഞ സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഡൗട്ടുകളൊക്കെ നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ബിവറേജിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും നല്ലതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചും അതിന്റെ റെസിപ്പീസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവരോട് വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. നല്ല സർവീസ് നടത്തുന്ന വെയിറ്റേഴ്സിനൊക്കെ അവർ ടിപ്പും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മാത്രമാണ് ഈ വെയിറ്ററിന്റെ ജോലിക്ക് വേണ്ടത്. കിച്ചണിൽ എന്തെങ്കിലും ഭാഗപ്പെടെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വെയിറ്ററിന്റെ തലയിലിരിക്കും. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. പതിവ് പോലെ ഞങ്ങൾ കണക്കൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനും മാനേജറും കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പോവാറ്. ഇന്ന് ഞങ്ങളുടെ മാനേജർ കുറച്ച് ബിസിയിലാണ്. ഞാനൊരു തിന്തോതി വരാനൊക്കെ പിടിച്ച് മാനേജറിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് എന്റെ മാനേജർ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. പക്ഷെ ഞാനായിട്ട് എന്തോ പെട്ടെന്ന് ജെല്ലായി. എനിക്കിപ്പോ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് ഞങ്ങളുടെ മാനേജർ തന്നെയാട്ടോ. ഹെർ നെയിം ഈസ് കാർമൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ.